എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു കഥയിലേക്ക് പോയാലോ. കഥ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ കാണിക്കുന്നത് ചന്ദ്രമതിയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സുധീന്ദ്രനും കൂടി ഗേറ്റിന് വെളിയിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അത് നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ രവീന്ദ്രൻ പറയുന്നുണ്ട്, എന്ത് ചെയ്താലും രേവതിയോട് ചെയ്ത ആ ഒരു തെറ്റിന് മാപ്പ് ചോദിക്കാതെ ഇവന് ഞാൻ ഈ അടിച്ചതിനകത്ത് കേട്ടില്ലെന്ന് പറയുകയാണ്. അപ്പൊ പിന്നെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല. ചന്ദ്രയാണെങ്കിൽ പറയുന്നുണ്ട്, അതെ രേവതിയോട് മാപ്പ് പറയണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കാത്ത കാര്യമാണ്. പിന്നെ അവന്റെ അച്ഛന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞതാണല്ലോ, നിങ്ങൾക്ക് അതെന്താ മനസ്സിലാക്കിയാൽ എന്താന്ന് ചോദിക്കുകയാണ്. എനിക്ക് അതല്ല വേണ്ടത്. ഒരു കതിർമണ്ഡപത്തില് ഒരു പെണ്ണ് കല്യാണത്തിന് തയ്യാറായി വരുന്ന ആ ഒരു സമയം അവളെയും അവളുടെ കുടുംബത്തെയും ചതിച്ചുകൊണ്ട് എന്റെ സമ്പാദ്യം മുഴുവൻ അടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞവനാണല്ലോ ഇവൻ. അങ്ങനെയുള്ള ഇവൻ രേവതിയുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. അവള് ക്ഷമിക്കുകയാണെങ്കിൽ ഞാൻ ക്ഷമിക്കാന്ന് പറയാണ് രവി. അങ്ങനെ വേറെ മാർഗങ്ങളൊന്നുമില്ല. നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ പറയുന്നുണ്ട്, മോനെ നീ അവളോട് മാപ്പ് ചോദിക്കുന്നു പറയാണ്. രേവതിയോട് മാപ്പ് ചോദിക്കാനായിട്ട് സുധിക്കാണെങ്കിൽ വലിയ പ്രയാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ സുധി ഇങ്ങനെ താണ് കേണ് നിൽക്കുന്നത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട്. ചന്ദ്രയാണെങ്കിൽ എന്ത് ചെയ്യാനാണ്, തന്റെ മകനെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇനിയിപ്പൊ രവി പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലല്ലേ കാര്യമുള്ളൂ. ഇവരിങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ സച്ചിയുടെ എൻട്രി. സച്ചി വന്ന് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാല് അച്ഛന്റെ കാശ് മുഴുവൻ അടിച്ചുകൊണ്ട് പോയവൻ ഇവിടെ എത്തി നിൽക്കുന്നു. അപ്പൊ ഇത് കണ്ട് സച്ചി ഇങ്ങ് വരികയാണ്. സച്ചി വന്ന പാടെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ഇവനെ ആരാ ഇതിനകത്ത് കയറ്റിയതെന്ന്. അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, എന്റെ മകൻ ഇങ്ങോട്ടല്ലാതെ എങ്ങോട്ടാണ് പോവേണ്ടത്? അതെ, നിന്നെ പോലെ തന്നെ അവന് ഈ വീട്ടിൽ അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള എന്റെ മകനെ എനിക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് പറയുമ്പം, അല്ല അമ്മ ഇതിന് മുന്നേ നടന്ന കാര്യങ്ങളെല്ലാം മറന്നുപോയോ, ഇതൊന്നും ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ്. അച്ഛനെയും അതുപോലെ തന്നെ ഈ നിൽക്കുന്ന രേവതിയും ഒക്കെ ചതിച്ചുകൊണ്ട് അമ്മയുടെ ഈ സൽപുത്രൻ ഇവിടുന്ന് പോയല്ലോ. ആ പോയ സമയത്ത് ഈ കുടുംബത്തിനെ മാനം കാക്കാൻ ആരായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ചന്ദ്രയാണെങ്കിൽ പറയുന്നുണ്ട്, അതെ എന്റെ മകനൊരു അബദ്ധം പറ്റിയതാണ് എന്ന് വെച്ച് നീ അവന്റെ തലയിൽ കയറാനൊന്നും നോക്കണ്ട. അങ്ങനെ കിട്ടിയ പാടെ തന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ സുധിയുടെ നേരെ അങ്ങ് ചെന്നു സുധിയെ പിടിച്ച് 2-3 അടിയങ്ങ് അടിക്കുകയാണ്. സുധി ഈ അടിയൊക്കെ കൊണ്ടിട്ടും സ്വന്തം ചേട്ടനെയാണ് എടുത്തിട്ട് തല്ലുന്നത്. എന്നാൽ കൂടിയും നമ്മുടെ രവി ആ ഒരു അക്ഷരം മറുത്ത് പറയുന്നില്ല കേട്ടോ. തല്ല് മുഴുവനും കൊണ്ട് കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ രേവതിയുടെ കാൽക്കലാണ് സുധി വന്ന് വീഴുന്നത്. ഇവള് ക്ഷമിച്ചു കഴിഞ്ഞാൽ മാത്രം ഞാൻ ആലോചിക്കാം നിന്നെ ഇവിടെ താമസിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛനെ പറ്റിച്ചു കൊണ്ടുപോയ ആ ഒരു കാശ് എത്രയും പെട്ടെന്ന് എനിക്കിവിടെ കിട്ടണമെന്ന് പറയാണ്. അപ്പം സച്ചി ചില്ലറക്കാരനല്ല എന്നറിയാവുന്ന സുധിയാണെങ്കിലോ, എടാ ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക. ആ ഒരു പൈസയൊന്നും ഇപ്പൊ എന്റെ കയ്യിലില്ല. ആ ഒരു പൈസ അത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പൊ സച്ചിയോട് സുധി ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടും നമ്മുടെ സച്ചിയാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ്. അപ്പൊ ആ സമയമാണെങ്കിൽ ചന്ദ്ര കരഞ്ഞു പിഴിഞ്ഞ് തന്റെ മകനെ ഇങ്ങനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്ന ആ ഒരു കാര്യം കാണുമ്പം ചന്ദ്രയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഇത്രയും സ്നേഹം ചന്ദ്രയ്ക്ക് തന്റെ മകനോടുണ്ടായിരുന്നു എന്നുള്ളത് രവിക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. അങ്ങനെ കരഞ്ഞു പറയുന്നുണ്ട്, മോനെ എടാ അവനെ തല്ലല്ലേടാ, അവനല്ല ആ ഒരു കാശ് കൊണ്ടുപോയത്, അവനെ ആ ഒരു പെണ്ണ് പറ്റിച്ചതാണ് എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കിനും എന്താ ഇവനെ പെണ്ണ് പറ്റിച്ചെന്നോ? ഇവനെ ഏത് പെണ്ണ് പറ്റിച്ച കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ചന്ദ്രയോട്. അതെ, അവനെ ഒരു പെണ്ണുമായിട്ടാണ് പോകാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷെ ആ പെണ്ണ് അച്ഛൻ ഇതുവരെ ഉണ്ടാക്കിയിരുന്ന ആ ഒരു സമ്പാദ്യമായിട്ടുള്ള 50 ലക്ഷം രൂപയും കൊണ്ട് അവൾ ഇവനെ പറ്റിച്ചിട്ട് പോയതാടാ. അവന്റെ കയ്യിൽ 1 രൂപ എടുക്കാനില്ല. നിനക്കറിയാവോ ഇവനെ ഞാൻ എവിടുന്നാ കണ്ടത് എന്നുള്ള കാര്യം? ഇവനെ ഞാൻ ക്ഷേത്രത്തിൽ വെച്ചാ കണ്ടത്. അന്നദാനം കഴിക്കാനായിട്ട് ക്യൂ നിൽക്കുമായിരുന്നു എന്റെ മോൻ. അത്രയും ഒക്കെ വിഷമിച്ച് നിന്ന എന്റെ മോനെ ഞാൻ എങ്ങനെയാ തള്ളിക്കളയുന്നതെന്നും പറഞ്ഞ് ചന്ദ്രമതി കരച്ചിലോട് കരച്ചില്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കിനും ആഹാ, കടുവയെ പിടിക്കുന്ന കിടുവയോ, കൊള്ളാലോ, ഇവനാണ് ഭൂലോക ഉടായിപ്പെന്ന് വിചാരിച്ചിരുന്നതാണ് ഞാനെന്നും പറഞ്ഞ് സച്ചിയാണെങ്കിൽ അട്ടഹസിച്ച് ചിരിക്കുകയാണ്. നിനക്ക്
ഇത് തന്നെ വേണോടാ. നിന്റെ അച്ഛൻ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ആ വളയം പിടിച്ചുണ്ടാക്കിയ 50 ലക്ഷം രൂപയാണ് നീ അവരെ പറ്റിച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അപ്പൊ നിനക്കിട്ട് ദൈവം തന്ന കൊട്ട് തന്നെയാണ് അതെന്നും പറഞ്ഞ് സച്ചി നല്ല രീതിയിൽ ഇങ്ങനെ ചിരിച്ചു മറിയാട്ടോ. അതെ, ഞാൻ നിനക്ക് ഒരു 6 മാസത്തെ സമയം തരാം. ആ 6 മാസത്തെ സമയത്തിനുള്ളിൽ നീ അച്ഛന് നൽകേണ്ടുന്ന ആ പണം അതിവിടെ എത്തിക്കണമെന്ന് പറയാണ്. 6 മാസം പോയിട്ട് 6 വർഷം തന്നാൽ പോലും ഇവൻ ഈ കാശ് കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെതാ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ, എടാ മോനെ, അവൻ എങ്ങനെ തരാനാണ്, നീ ഒന്ന് ക്ഷമിക്ക്. രേവതിയോട് അവൻ മാപ്പ് പറയുകയാണ്. അങ്ങനെ ദാ സുധിയാണെങ്കിൽ നമ്മുടെ രേവതിയുടെ കാൽക്കൽ വീണ് കിടന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ രേവതി, നീ എന്നോട് ക്ഷമിക്കണം, നീ പറഞ്ഞാൽ മാത്രമേ ഇനി സച്ചി കേൾക്കുള്ളൂ എന്നും പറഞ്ഞ് രേവതിയോട് ഇങ്ങനെ അപേക്ഷിക്കുമ്പോഴത്തേക്കിനും രേവതി ഒരു അക്ഷരം പോലും മറുത്തു പറയുന്നില്ല. അവളാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പം സുധിയാണെങ്കിലും സുധിയെ ഒരുവിധം തല്ലി നമ്മുടെ സച്ചി ആണെങ്കിൽ ഗേറ്റിന് വെളിയിലാക്കുമ്പോൾ ചന്ദ്രയാണെങ്കിൽ പുറകെ കരഞ്ഞു പിടിച്ച് ചെല്ലുകയാണ്. അങ്ങനെ ഗേറ്റിന് വെളിയിലായ നമ്മുടെ സുധിയാണെങ്കിലും, എടാ ഗേറ്റ് തുറക്കടാ, നീ തുറക്ക്, ദേ അമ്മ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും നാണക്കേടാവും, ദയവ് ചെയ്ത് എന്നെ അകത്ത് കയറ്റെന്നും പറഞ്ഞ് കെഞ്ചു പാടുകയാണ്. പക്ഷേ ഗേറ്റ് പൂട്ടി ആ ഒരു താക്കോലും കൊണ്ട് സച്ചിയാണെങ്കിൽ വീടിനകത്തോട്ട് കയറി പോവാണ്. സ്വന്തം റൂമിൽ കയറി വാതിൽ കൊട്ടി അടയ്ക്കുകയാണ്. അപ്പൊ ചന്ദ്രമതി ആണെങ്കിൽ, എടാ മോനെ, ആ ഒരു ഗേറ്റിന്റെ താക്കോല് താ, അമ്മയാടാ വിളിക്കുന്നത്, നിന്റെ അമ്മയാണ് വിളിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഭയങ്കര സെന്റിമെന്റ്സ് എടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സെന്റിമെന്റ്സ് എടുക്കുന്ന സമയത്താണെങ്കിലോ നമ്മുടെ സച്ചിയാണെങ്കിൽ ഇതുവരെ ഈ അമ്മ ഞാൻ അമ്മയാണ് എന്നുള്ള രീതിയിൽ ഒരു കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല. അപ്പൊ സച്ചിക്കാണെങ്കിൽ ഈ കാര്യം പറഞ്ഞത് ഫീൽ ചെയ്യാണ്. അമ്മ ആദ്യമായിട്ട് തന്നെ മോനെ എന്നൊക്കെ വിളിക്കുകയാണ്. ആ ഒരു സ്നേഹം നമ്മുടെ സച്ചിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം മാറ്റി വെച്ച് അവൻ ആ ഒരു വാതിൽ തുറന്ന് പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങിയിട്ട് ചന്ദ്രയുടെ കയ്യിലേക്ക് ആ ഒരു താക്കോല് കൊടുത്തിട്ട്, നിങ്ങളുടെ മകനെ പോയി എളുപ്പം കൂട്ടിക്കൊണ്ടു വാ, എനിക്ക് കുറച്ചു കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ടെന്ന് പറയുക. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ഓടിപ്പോയി. അപ്പൊ പോകുന്നതിനിടക്ക് കയ്യിൽ നിന്ന് താക്കോലൊക്കെ താഴെ വീഴുന്നുണ്ട്. അതൊക്കെ പെറുക്കി കൂട്ടിയെടുത്ത് ഡോറൊക്കെ തുറന്നു നമ്മുടെ സുധി ഇങ്ങ് കൊണ്ടുവരുന്ന സമയത്താണെങ്കിൽ, നീ അകത്തോട്ട് കയറാൻ വരട്ടെ, അതിനു മുന്നേ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അതെ, നീ അച്ഛനെ പറ്റിച്ചുണ്ടാക്കിയ ആ ഒരു കാശ് അത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതല്ലല്ലോ, ഞങ്ങളും ഉണ്ട്. അതുമല്ല, രേവതിയെ കെട്ടുന്ന ചെറുക്കന് കൊടുക്കാന്നാണ് അച്ഛൻ പറഞ്ഞത് ആ ഒരു 50 ലക്ഷം. അങ്ങനെ വരുമ്പോൾ ആ ഒരു മുതൽ കിട്ടേണ്ടത് എനിക്ക് തന്നെയാണ്. അപ്പം നീ ആ കാശ് എപ്പോഴാണ് എനിക്ക് തരുന്നതെന്ന് ചോദിക്കുകയാണ്. നിനക്കെന്തായാലും ഇനി അതിൽ നിന്നൊരു ഷെയർ നീ പ്രതീക്ഷിക്കണ്ട, ഞാൻ അത് എനിക്കും ശ്രീകാന്തിനും അച്ഛനുമായിട്ട് പകുത്തു കൊടുക്കും, അത് തന്നെയാണ് എന്റെ തീരുമാനം എന്ന് പറയാണ്. അപ്പൊ സച്ചി ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കിനും സുധി പറയാണ്, എടാ ഞാൻ ആ കാശ് ഇനി ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കി തരാനാണ്? മോനെ സുധീന്ദ്ര, നീ ട്രിപ്പിൾ PG ആണ് എന്നുള്ള കാര്യമൊക്കെ ഈ വീട്ടിൽ എല്ലാവർക്കും അറിയാം. ആ ബുദ്ധി നിന്റെ കയ്യിൽ വെച്ചാ മതി. ബുദ്ധി ഉണ്ടെങ്കിലേ അത് എന്റെ അടുത്തല്ല ഇറക്കി കളിക്കേണ്ടതെന്ന് പറയാണ്. ഈ സച്ചിയെ നിനക്ക് നല്ലതുപോലെ അറിയാലോ, അതുകൊണ്ട് കളിക്കാതെ കാശെന്ന് തരുമെന്ന് പറ. ഞാൻ നിനക്കൊരു 6 മാസത്തെ സമയം തരാമെന്ന് പറയാണ്. ഈ ഒരു 6 മാസത്തിനുള്ളിൽ ഈ പൈസ തിരികെ എന്നെ ഏൽപ്പിക്കണം, എനിക്ക് ഈ കാശ് എന്റെ അച്ഛന് നൽകാനുള്ളതാണെന്നും പറഞ്ഞ് സുധിയോട് കട്ടായം പറയാണ് നമ്മുടെ സച്ചി. അങ്ങനെ സുധിക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എടാ മോനെ, നീ എങ്ങനെയെങ്കിലും കൊടുക്കാന്ന് പറയ്, എങ്ങനെയെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ കയറി പറ്റണം, അതാണ് ഇനി ചെയ്യാനുള്ള കാര്യം. ഇതിനിടക്ക് നമ്മുടെ രേവതി ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. നിസാരമായിട്ട് തനിക്ക് വേണ്ടി ഇവന്മാരെല്ലാരും കൂടെ ഒരു വില ഇട്ടത് 50 ലക്ഷം രൂപയാണ് തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സുധിക്ക് കിട്ടുമെന്നുള്ള ആ ഒരു വാഗ്ദാനം. ആ പൈസയ്ക്ക് പുറത്താണ് സുധി തന്നെ കെട്ടാമെന്നൊക്കെ ഏക്കുമൊക്കെ ചെയ്തത്. ഇതിങ്ങനെ ഇവള് ചിന്തിച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, സച്ചി പറഞ്ഞാല് ആ ഒരു കാര്യം തന്നെ നീ സാധിച്ചു കൊടുത്തേ പറ്റുള്ളൂ, അതുകൊണ്ട് നീ നിന്റെ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ പറയാണ്. അപ്പൊ സുധീന്ദ്രനാണെങ്കിലോ അമ്മയുടെ തലയൊന്നും വലിയ പ്രശ്നമൊന്നും അല്ല, ഇത്രയും കാശും ഇത്രയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഉടായ്പും കാണിച്ചു നടക്കുന്ന സുധി തന്റെ അമ്മയെങ്കിൽ അമ്മയെന്നും പറഞ്ഞ് ചന്ദ്രമതിയുടെ തലയിൽ തൊട്ട് 6 മാസത്തെ ആ ഒരു കാലയളവ് പറഞ്ഞ് സത്യം ചെയ്യാണ്. അപ്പം സുധി അങ്ങനെ പറഞ്ഞ പാടെ തന്നെ നമ്മുടെ ആ ഒരു സച്ചിയാണെങ്കിൽ ഇവനെ വീട്ടിലേക്ക് കയറ്റാൻ തയ്യാറാകുകയാണ്. ഇനിയിപ്പം എത്രയും പെട്ടെന്ന് നിന്റെ ഉടായ്പും കാര്യങ്ങളും ഒക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതിയെന്നും പറഞ്ഞ് ഒരു ചെറിയ ഡോസും ഒക്കെ കൊടുത്ത് അങ്ങനെ സച്ചി അകത്തോട്ട് പോകുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ സുധിയെയും കൂട്ടി ചന്ദ്രമതി സുധിയുടെ ആ ഒരു റൂമിലേക്ക് കയറിയ പാടെ തന്നെ മകനോട് പറയുന്നുണ്ട്, എടാ മോനെ, ഇതിനെല്ലാം കാരണക്കാരി രേവതി തന്നെയാണ്. അവളാണ് അച്ഛനോട് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ഈ ഒരു കാര്യങ്ങള്
ഞാൻ നിനക്ക് ഫുഡ് കൊണ്ടുവന്ന് തരുന്ന കാര്യം ഉൾപ്പെടെ ഈ വീട്ടിൽ അറിയാൻ കാരണക്കാരി അവള് തന്നെയാണെന്നും പറഞ്ഞ് ചന്ദ്രമതി ഓരോ കാര്യങ്ങളും സുധിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ സുധിയാണെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കി നിൽക്കുന്നുമുണ്ട്. പക്ഷെ സുധിക്ക് ഇപ്പോ ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ. അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്താറട്ടെ, അവൾ എന്തായാലും എന്റെ കീഴിൽ തന്നെയാണല്ലോ താമസിക്കുന്നത്, അവളെ നല്ല രീതിയിൽ ശരിപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്തായാലും ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമായല്ലോ. മോനെ, നീ കിട്ടുന്ന എന്ത് ജോലിക്കാണെങ്കിലും പോയിക്കോണം. 6 മാസത്തിനുള്ളിൽ, അവൻ പറഞ്ഞ ആ ഒരു കാലയളവിനുള്ളിൽ നീ ആ ഒരു പൈസ എങ്ങനെയും ഒപ്പിച്ചു കൊടുക്കണമെന്ന് പറയുകയാണ്. അപ്പം അമ്മയുടെ തലയിൽ തൊട്ടാണ് മോൻ സത്യം ചെയ്തത് എന്നുള്ള കാര്യം മോൻ മറന്നു പോകരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്ര. അപ്പൊ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് ആ ഒരു വിശേഷമാണ് ഇന്ന് നടക്കുന്നത്. അപ്പം ചാനൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്